നമസ്കാരം, ഏവർക്കും ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ 2023-ലെയും 2024-ലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫെൻസിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഭവാനി ദേവിയാണ്. അപ്പോൾ ഭവാനി ദേവിയാണ് ഫെൻസിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. ഫെൻസിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 2023 നടന്നത് ചൈനയിലെ വുക്സിയിലാണ്. 2023 ഫെൻസിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഭവാനി ദേവിക്ക് ഈ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലാണ് ലഭിച്ചത്. 2023 നടന്ന ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലാണ് ഭവാനി ദേവിക്ക് വെങ്കല മെഡൽ ലഭിച്ചത്. അപ്പോൾ ഫെൻസിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ഭവാനി ദേവി. അടുത്ത ക്വസ്റ്റ്യൻ. 2023 25ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ റെയിൽവേ സർവീസ് ഏതാണ്? 2023 25ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ റെയിൽവേ സർവീസ് ഏതാണ്? കൊങ്കൺ റെയിൽവേ സർവീസ് ആണ്. കൊങ്കൺ റെയിൽവേ ആണ് 2023 25ാമത് വാർഷികം ആഘോഷിക്കുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകൃതമായത് 1990-ലാണ്. അപ്പോൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകൃതമായത് എന്നാണ്? 1990-ലാണ്. മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകത്തിലെ മംഗലാപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാതയാണ് കൊങ്കൺ റെയിൽവേ. അപ്പോൾ കൊങ്കൺ റെയിൽവേ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകത്തിലെ മംഗലാപുരത്തെയും തമ്മിലാണ് ഈ റെയിൽപാത ബന്ധിപ്പിക്കുന്നത്. കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം തുടങ്ങിയത് 1998 ജനുവരി 26-നാണ് കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്. അപ്പോൾ കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ആദ്യമായി ട്രെയിൻ ഓടിയത് എന്നാണ്? 1998 ജനുവരി 26-നാണ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബേലാപ്പൂരാണ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ബേലാപ്പൂർ. കൊങ്കൺ റെയിൽവേ ആസ്ഥാനം ബേലാപ്പൂർ ആണ്. ലൈനിന്റെ നീളം 760 കിലോമീറ്റർ ആണ്. അപ്പോൾ കൊങ്കൺ റെയിൽവേ ലൈനിന്റെ ആകെ നീളം എത്രയാണ്? 760 കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേ ലൈനിന്റെ ആകെ നീളം. കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 4 അപ്പോൾ കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 4 സംസ്ഥാനങ്ങളാണ്. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര. ഏതൊക്കെയാണ്? കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നീ 4 സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് ഇ ശ്രീധരനാണ്. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പി ആരാണ്? ഇ ശ്രീധരനാണ്. അപ്പോൾ 2023 25ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ റെയിൽവേ സർവീസ് ഏതാണ്? കൊങ്കൺ റെയിൽവേ സർവീസ് ആണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകൃതമായതെന്നാണ്? 1990-ലാണ്. 1998 ജനുവരി 26-നാണ് കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ആദ്യമായി ഗതാഗതം ആരംഭിച്ചത്. 4 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇവ കടന്നു പോകുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ഏതൊക്കെയാണ്? കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നീ 4 സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് ഇ ശ്രീധരനാണ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ബേലാപ്പൂരാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. കൊങ്കൺ റെയിൽവേ പാതയുടെ ആകെ ലൈൻ എത്രയാണ്? ലൈനിന്റെ ദൂരം എത്രയാണ്? 760 കിലോമീറ്റർ ആണ് ആകെ ദൂരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴം ഏതാണ്? മിയാസാക്കി. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴം ഏതാണ്? മിയാസാക്കി. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഏതാണ് ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം? മോഗ എന്ന കാട്ടുപോത്താണ്. ഗോവയിൽ നടന്നത് 2023 ദേശീയ ഗെയിംസ് ആണ്. 37ാമത് ദേശീയ ഗെയിംസ് ആണ്. ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ്. 1920
4-ൽ ആദ്യമായി ലാഹോറിലാണ് ഇന്ത്യൻ ഒളിമ്പിക് ഗെയിംസ് എന്ന പേരിൽ ദേശീയ ഗെയിംസ് ആരംഭിച്ചത്. അപ്പോൾ ദേശീയ ഗെയിംസ് ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? 1924-ൽ ലാഹോറിലാണ് ആദ്യമായി ദേശീയ ഗെയിംസ് ആരംഭിച്ചത്. എന്തായിരുന്നു അന്നത്തെ പേര്? ഇന്ത്യൻ ഒളിമ്പിക് ഗെയിംസ് എന്നായിരുന്നു. 1940-ൽ ബോംബെയിൽ നടന്ന ഗെയിംസിൽ ദേശീയ ഗെയിംസ് എന്ന പേര് മാറ്റി. അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് ഗെയിംസിനെ ദേശീയ ഗെയിംസ് എന്ന പേരിലേക്ക് മാറ്റിയതെന്നാണ്? 1940-ൽ നടന്ന ഗെയിംസ്, ബോംബെയിൽ നടന്ന ഗെയിംസിലാണ് ഇന്ത്യൻ ഒളിമ്പിക് ഗെയിംസ് എന്ന പേര് മാറ്റി ദേശീയ ഗെയിംസ് എന്ന പേരാക്കി മാറ്റിയത്. 2015-ൽ ദേശീയ ഗെയിംസ് നടന്നത് എവിടെയാണ്? കേരളത്തിലാണ്. 2015-ൽ നടന്നത് കേരളത്തിലാണ്. ഭാഗ്യചിഹ്നം അമ്മു എന്ന വേഴാമ്പലാണ്. എന്താണ് ഭാഗ്യചിഹ്നം? അമ്മു എന്ന വേഴാമ്പൽ. 2015-ൽ നടന്നത് എത്രാമത് ദേശീയ ഗെയിംസ് ആയിരുന്നു? 35ാമത് ദേശീയ ഗെയിംസ് ആണ് 2015-ൽ കേരളത്തിൽ നടന്നത്. 36ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഗുജറാത്തിലാണ്. 36ാമത് ദേശീയ ഗെയിംസ് നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 2015-ന് ശേഷം പിന്നീട് നടക്കുന്നത് 2022-ലാണ്. അപ്പോൾ 2022-ൽ 36ാമത് ദേശീയ ഗെയിംസ് നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അന്നത്തെ ഭാഗ്യചിഹ്നം എന്താണ്? സാവജ് എന്ന ഏഷ്യൻ സിംഹമാണ്. സാവജ് എന്ന ഏഷ്യൻ സിംഹമാണ് 36ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. അപ്പോൾ 36ാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് നടന്നത്? ഗുജറാത്തിലാണ്. ഭാഗ്യചിഹ്നം എന്താണ്? സാവജ് എന്ന ഏഷ്യൻ സിംഹമാണ്. 2023-ൽ നടന്നത് എത്രാമത് ദേശീയ ഗെയിംസ് ആണ്? 37ാമത് ദേശീയ ഗെയിംസ് ആണ്. ഭാഗ്യചിഹ്നം എന്താണ്? മോഗ എന്ന കാട്ടുപോത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, 2023-ലെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ MK സാനുവിനാണ്. അപ്പോൾ 2023-ലെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ MK സാനുവിനാണ്. ലോക ലഹരി വിരുദ്ധ ദിനം, ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 26. അപ്പോൾ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. 2023-ലെ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ സന്ദേശം എന്താണ്? ജനങ്ങളാണ് പ്രധാനം, ഒറ്റപ്പെടുത്തലും വിവേചനവും ഒഴിവാക്കുക, പ്രതിരോധം ശക്തിപ്പെടുത്തുക. എന്തൊക്കെയാണ്? ജനങ്ങളാണ് പ്രധാനം, ഒറ്റപ്പെടുത്തലും വിവേചനവും ഒഴിവാക്കുക, പ്രതിരോധം ശക്തിപ്പെടുത്തുക. ഇതാണ് 2023-ലെ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ സന്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 ജൂൺ 13-ന് പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ച വാൽമുട്ടി കോളനി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അപ്പോൾ 2023 ജൂൺ 13-ന് വാൽമുട്ടി കോളനിയെ പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ചു. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? പാലക്കാടാണ്. അപ്പോൾ വാൽമുട്ടി കോളനി എവിടെയാണ്? പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് വാൽമുട്ടി കോളനി. 2023 ജൂൺ 13-ന് പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ച വാൽമുട്ടി കോളനി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയതിന്റെ 40ാമത് വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2023 ജൂൺ 25-നാണ്. അപ്പോൾ ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയതിന്റെ 40ാമത് വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2023 ജൂൺ 25-നാണ്. ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയതെന്നാണ്? 1983 ജൂൺ 25-നാണ്. 1983 ജൂൺ 25-നാണ് ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയത്. 2023 ജൂൺ 25-ന് ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയതിന്റെ 40ാമത് വാർഷികമാണ് ആഘോഷിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആമസോൺ കാടുകളിൽ വിമാനാപകടത്തിൽപ്പെട്ട കുട്ടികളെ കണ്ടെത്തുവാനായി നടത്തിയ അന്വേഷണ ദൗത്യത്തിന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ ഹോപ്പ്. ആമസോൺ കാടുകളിൽ വിമാനാപകടത്തിൽപ്പെട്ട കുട്ടികളെ കണ്ടെത്തുവാനായി നടത്തിയ അന്വേഷണ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. ആമസോൺ കാടുകളിൽ വിമാനാപകടമുണ്ടായത് 2023 മെയ് 1-നാണ്. അപ്പോൾ ആമസോൺ കാടുകളിൽ വിമാനാപകടമുണ്ടായത് എന്നാണ്? 2023 മെയ് 1-നാണ്. ആമസോൺ കാടുകളിൽ വിമാനാപകടത്തിൽപ്പെട്ട കുട്ടികളെ കണ്ടെത്തുവാനായി നടത്തിയ അന്വേഷണ ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹോപ്പ്. വിളർച്ച മുക്ത കേരളത്തിനായുള്ള
വിവാ കേരള ക്യാമ്പയിന്റെ കീഴിൽ ലക്ഷ്യം പ്രാപിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? മൈലപ്ര പഞ്ചായത്താണ്. പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര പഞ്ചായത്താണ്. അപ്പോൾ വിളർച്ചമുക്ത കേരളത്തിനായുള്ള ക്യാമ്പയിന്റെ പേരെന്താണ്? വിവാ കേരള. ഈ വിവാ കേരള ക്യാമ്പയിന്റെ കീഴിൽ ലക്ഷ്യം പ്രാപിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര പഞ്ചായത്ത്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ 11. 2023 ലോക ജനസംഖ്യാ ദിനത്തിന്റെ സന്ദേശം എന്താണ്? ലിംഗസമത്വത്തിന്റെ ശക്തി വിളിച്ചോതുക, ലോകത്തിലെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തുന്നതിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശബ്ദം ഉയർത്തുക. അപ്പോൾ 2023 ലോക ജനസംഖ്യാ ദിന സന്ദേശം എന്താണ്? ലിംഗസമത്വത്തിന്റെ ശക്തി വിളിച്ചോതുക, ലോകത്തിലെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തുന്നതിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശബ്ദം ഉയർത്തുക എന്നതാണ് 2023 ലോക ജനസംഖ്യാ ദിന സന്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ്. അപ്പോൾ 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ച പഞ്ചായത്താണ് മാണിക്കൽ പഞ്ചായത്ത്. മാണിക്കൽ പഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ച പഞ്ചായത്താണ് മാണിക്കൽ പഞ്ചായത്ത്. മാണിക്കൽ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. SSLC +2 പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കും പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർ പഠനത്തിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഹോപ്പ്. അപ്പോൾ SSLC +2 പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കും പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർ പഠനത്തിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഹോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇട്ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഇട്ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ലയാണ് കൊല്ലം. ഇട്ടി അച്യുതൻ ഒരു നാട്ടുവൈദ്യനായിരുന്നു. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഇതിന് നേതൃത്വം വഹിച്ചത് വാൻ റീഡ് ആണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം അച്ചടിച്ചത് നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ്. ഈ ഗ്രന്ഥം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ്. ഇതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? വാൻ റീഡ് ആണ്. ഇതിൽ ഉൾപ്പെട്ട സസ്യങ്ങളുടെ പേരുകൾ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഇട്ടി അച്യുതനാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ സസ്യങ്ങളുടെ സസ്യസമ്പത്തിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ആ സസ്യങ്ങളെ കുറിച്ചുള്ള പേരുകൾ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഇട്ടി അച്യുതനാണ്. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിലാണ് ആദ്യമായി മലയാള ലിപി അച്ചടിച്ചത്. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഏഷ്യൻ ജൂനിയർ വനിതാ ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. 2023 ഏഷ്യൻ ജൂനിയർ വനിതാ ഹോക്കിയിൽ കിരീടം നേടിയത് ഏത് രാജ്യമാണ്? ഇന്ത്യ. 2023 വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് നടന്നത് ജപ്പാനിലാണ്. 2023 വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് നടന്നത് ജപ്പാനിലാണ്. ദക്ഷിണ കൊറിയയെ കീഴടക്കിയാണ് ഇന്ത്യ വിജയി ആയത്. അപ്പോൾ ആരെയാണ് ഇന്ത്യ കീഴടക്കിയത്? ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ ഏഷ്യൻ ജൂനിയർ വനിതാ ഹോക്കിയിൽ കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ ഏജൻസിയായ നാസ തയ്യാറാക്കിയ ചൊവ്വാഗ്രഹത്തിന് സമാനമായ കൃത്രിമ ആവാസ വ്യവസ്ഥയുടെ പേരെന്താണ്?
ബഹിരാകാശ ഏജൻസിയായ നാസ തയ്യാറാക്കിയ ചൊവ്വാഗ്രഹത്തിന് സമാനമായ കൃത്രിമ ആവാസ വ്യവസ്ഥയുടെ പേരെന്താണ്? മാർസ് ഡൂൺ ആൽഫ. മാർസ് ഡൂൺ ആൽഫ എന്നാണ് ബഹിരാകാശ ഏജൻസിയായ നാസ തയ്യാറാക്കിയ ചൊവ്വാഗ്രഹത്തിന് സമാനമായ കൃത്രിമ ആവാസ വ്യവസ്ഥയുടെ പേര്. ചൊവ്വാഗ്രഹത്തിന് സമാനമായ കൃത്രിമ അന്തരീക്ഷം നാസ ഒരുക്കിയിരിക്കുന്നത് ടെക്സസിലെ ഹൂസ്റ്റണിലാണ്. ടെക്സസിലെ ഹൂസ്റ്റണിലാണ് ചൊവ്വാഗ്രഹത്തിന് സമാനമായ കൃത്രിമ അന്തരീക്ഷം നാസ ഒരുക്കിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വാക്ക് ഓഫ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന കൃതി ആരുടെ ഓർമ്മക്കുറിപ്പാണ്? മാധവ് ഗാഡ്ഗിൽ. അപ്പോൾ മാധവ് ഗാഡ്ഗിലിന്റെ ഓർമ്മക്കുറിപ്പ് എന്താണ്? ഏതാണ്? എ വാക്ക് ഓഫ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? ബ്രസീലാണ്. 2023 നടന്നത് ദുബായിലാണ്. 2023 നടന്നത് എവിടെയാണ്? ദുബായി. 2024 അസർബൈജാൻ. അസർബൈജാനിലെ ബാക്കു. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് അസർബൈജാനിലെ ബാക്കുവിലാണ്. 2023 നടന്നത് എവിടെയാണ്? ദുബായിലാണ്. 2024 അസർബൈജാൻ ബാക്കു. 2025 എവിടെയാണ് നടക്കുന്നത്? ബ്രസീലിലാണ് ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കോട്ടയമാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലാ കളക്ടറേറ്റ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലാ കളക്ടറേറ്റ് ഏതാണ്? കോട്ടയം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലാ കളക്ടറേറ്റ് ആണ് കോട്ടയം കളക്ടറേറ്റ്. 2023 ലോക ക്ഷീരദിനം ജൂൺ 1. ലോക ക്ഷീരദിനം എന്നാണ്? ജൂൺ 1. 2023 ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയം എന്താണ്? സുസ്ഥിര ക്ഷീര വ്യവസായം ഭൂമിക്കും മനുഷ്യനും ഗുണകരം. 2023 ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയം എന്താണ്? സുസ്ഥിര ക്ഷീര വ്യവസായം ഭൂമിക്കും മനുഷ്യനും ഗുണകരം എന്നാണ് ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയം. ലോക ക്ഷീരദിനം എന്നാണ്? ജൂൺ 1. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലാ കളക്ടറേറ്റ് ഏതാണ്? കോട്ടയം. ലോക ക്ഷീരദിനം ജൂൺ 1. ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയമാണ് സുസ്ഥിര ക്ഷീര വ്യവസായം ഭൂമിക്കും മനുഷ്യനും ഗുണകരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വിജയവാഡ. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആരാണ്? BR അംബേദ്കർ ആണ്. BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. 206 അടിയാണ് പ്രതിമയുടെ ഉയരം. പ്രതിമയുടെ ഉയരം എത്ര അടിയാണ്? 206 അടി. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് അമേരിക്കയിലെ മേരിലാൻഡിലാണ്. അമേരിക്കയിലെ മേരിലാൻഡിലാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ എവിടെയാണ് ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്? ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. 206 അടിയാണ് പ്രതിമയുടെ ഉയരം. അടുത്ത ക്വസ്റ്റ്യൻ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏത്? കേരളം. അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ ആര്? അപ്പോൾ ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന ആ പുരസ്കാരം ഏതാണ്? രാജാ രവിവർമ്മ പുരസ്കാരം. ഇത് 2024 ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ ആരാണ്? സുരേന്ദ്രൻ നായരാണ്. സുരേന്ദ്രൻ നായർ. 2022 പുരസ്കാരമാണ് 2024 ലഭിച്ചത്. സുരേന്ദ്രൻ നായർക്കാണ് 2024 രാജാ രവിവർമ്മ പുരസ്കാരം
ലഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് രാജാ രവിവർമ്മ പുരസ്കാരം നൽകുന്നത്? ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്കാണ് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അപ്പോൾ ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ്? 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്നത് ഉഗാണ്ടയിലാണ്. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് 19ാമത് ചേരിചേര സമ്മേളനം നടക്കുന്നത്. 120 വികസ്വര രാജ്യങ്ങളുടെ ഒരു അന്താരാഷ്ട്ര ഫോറമാണ് നാം അഥവാ ചേരിചേര പ്രസ്ഥാനം. അപ്പോൾ ചേരിചേര പ്രസ്ഥാനത്തിലെ അംഗരാഷ്ട്രങ്ങൾ എത്രയാണ്? 120 അംഗരാഷ്ട്രങ്ങളാണ്. ചേരിചേര നയം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് VK കൃഷ്ണമേനോനാണ്. അപ്പോൾ VK കൃഷ്ണമേനോനാണ് ആദ്യമായി ചേരിചേര നയം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ ചേരിചേര പ്രസ്ഥാനത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ചേരിചേര പ്രസ്ഥാനത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ചേരിചേര പ്രസ്ഥാനം രൂപം കൊള്ളാൻ കാരണമായ സമ്മേളനമാണ് 1955 ബെന്തൂങ് സമ്മേളനം. ബെന്തൂങ് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. ചേരിചേര പ്രസ്ഥാനം രൂപം കൊള്ളാൻ കാരണമായ സമ്മേളനം ഏതാണ്? 1955 ബെന്തൂങ് സമ്മേളനം. ആദ്യ സമ്മേളനത്തിലെ അംഗരാഷ്ട്രങ്ങളുടെ എണ്ണം 25 ആണ്. ആദ്യ സമ്മേളനത്തിലെ അംഗരാഷ്ട്രങ്ങൾ എത്രയായിരുന്നു? 25 പേരാണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്നത് 1961 യൂഗോസ്ലാവിയയിലാണ്. യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലാണ്. അപ്പോൾ ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്നത് എവിടെയാണ്? 1961 യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ്? ഉഗാണ്ടയാണ്. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ്. 120 അംഗരാജ്യങ്ങളാണ്, 120 രാഷ്ട്രങ്ങളാണ് ചേരിചേര പ്രസ്ഥാനത്തിൽ ഉള്ളത്. VK കൃഷ്ണമേനോനാണ് ചേരിചേര നയം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? നെഹ്റുവാണ്. 1955 ബെന്തൂങ് സമ്മേളനത്തിലാണ് ചേരിചേര പ്രസ്ഥാനം രൂപം കൊള്ളാൻ കാരണമായ സമ്മേളനം. ആദ്യമായിട്ട് ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടി നടന്നത് 1961 യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ലയണൽ മെസ്സിയാണ്. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ലയണൽ മെസ്സി. 2023 ഫിഫയുടെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഐറ്റാന ബോൺമതി. സ്പെയിനിന്റെ ഐറ്റാന ബോൺമതിയാണ് 2023 ഫിഫയുടെ മികച്ച വനിതാ താരം. അപ്പോൾ 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ലയണൽ മെസ്സിയാണ്. 2023 ഫിഫയുടെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഐറ്റാന ബോൺമതി, സ്പെയിൻ. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോസ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 വേദി എവിടെയാണ്? വാഗമൺ, ഇടുക്കി. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോസ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷന്റെ 2024 വേദി എവിടെയാണ്? ഇടുക്കിയിലെ വാഗമണിലാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഷെയ്ഖ് ഹസീന. അപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഷെയ്ഖ് ഹസീനയാണ്. തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? കാസർഗോഡ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. അപ്പോൾ 2024 ശാസ്ത്ര കോൺഗ്രസ് ആണ് ഇവിടെ നടക്കുന്നത്, കാസർഗോഡ് നടക്കുന്നത്. അത് 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ആണ്. 2023 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെയാണ്?
2023 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത് ഇടുക്കിയിലാണ്. 2023 35ാമത് ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. അപ്പോൾ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് 2024 വേദിയാകുന്നത് കാസർഗോഡാണ്. 2023 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? ഇടുക്കിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശീതൾ ദേവി. അപ്പോൾ വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡിന് അർഹയായത് ആരാണ്? ശീതൾ ദേവി. ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ശീതൾ ദേവി. അടുത്ത ക്വസ്റ്റ്യൻ. പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. ആരാണത്? കുറുമാട്ടി. അപ്പോൾ പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രമായിരുന്നു കുറുമാട്ടി. കുറുമാട്ടി ഈയിടെയാണ് അന്തരിച്ചത്. പി വത്സല എന്നാണ് അന്തരിച്ചത്? 2023 നവംബർ 21 പി വത്സല അന്തരിച്ചത്. പി വത്സല എന്നാണ് അന്തരിച്ചത്? 2023 നവംബർ 21 മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിരുന്നു ആര്? പി വത്സല. പി വത്സലയുടെ പ്രധാന കൃതികളാണ് കൂമൻ കൊല്ലി. എന്താണ്? കൂമൻ കൊല്ലി, നിഴലുറങ്ങുന്ന വഴികൾ, കൂമൻ കൊല്ലി, നിഴലുറങ്ങുന്ന വഴികൾ, നെല്ല്, കനൽ, വിലാപം. ഇതൊക്കെ ആരുടെ കൃതികളാണ്? പി വത്സലയുടെ പ്രശസ്തമായ കൃതികളാണ്. ഏതൊക്കെ? കൂമൻ കൊല്ലി, നിഴലുറങ്ങുന്ന വഴികൾ, കനൽ, വിലാപം, നെല്ല് ഇവയൊക്കെ പി വത്സലയുടെ കൃതികളാണ്. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? പി വത്സലയാണ്. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? പി വത്സല. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ജിതേഷ് ജി. ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് കവിയും ചിത്രകാരനും വാഗ്മിയുമായ ജിതേഷ് ജി. അപ്പോൾ ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് കവിയും ചിത്രകാരനും വാഗ്മിയുമായ ജിതേഷ് ജി. അടുത്ത ക്വസ്റ്റ്യൻ. സാധാരണക്കാരനും അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്നാണ്? 2023 ഡിസംബർ 30. സാധാരണക്കാരനും അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്നാണ്? 2023 ഡിസംബർ 30. അമൃത് ഭാരത് എക്സ്പ്രസ് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? വന്ദേ സാധാരൺ എന്നാണ്. അപ്പോൾ വന്ദേ സാധാരൺ എന്ന ട്രെയിനാണ് ഇപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത്. 2023 ഡിസംബർ 30 ഫ്ലാഗ് ഓഫ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരെന്താണ്? എക്സ്പോസാറ്റ്. അപ്പോൾ എന്താണ് എക്സ്പോസാറ്റ്? തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് ഏത്? എക്സ്പോസാറ്റ്. സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരെന്താണ്? എക്സ്പോസാറ്റ്. സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്?
ലവ്ലി സർവകലാശാല പഞ്ചാബ്. 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? ലവ്ലി സർവകലാശാല പഞ്ചാബ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പോൾ 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ. അച്ചിപ്പുടവ സമരം, അച്ചിപ്പുടവ സമരം, മൂക്കൂത്തി സമരം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നേതാവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പോൾ അച്ചിപ്പുടവ സമരത്തിനും മൂക്കൂത്തി സമരത്തിനും നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ മൂക്കൂത്തി വിളംബരം നടത്തിയത് 1860-ലാണ്. അപ്പോൾ 1860-ലാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മൂക്കൂത്തി വിളംബരം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ആഗോള കുടുംബദിനത്തിന്റെ പ്രമേയം എന്താണ്? വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക. എന്താണ്? വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് 2024 ആഗോള കുടുംബത്തിന്റെ പ്രമേയം. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവേൽ മക്രോൺ ആണ് 2024 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ഫ്രഞ്ച് പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദവുമായ തീവണ്ടി യാത്രാ സൗകര്യം ഒരുക്കുവാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസിന്റെ പേരെന്താണ്? അമൃത് ഭാരത് എക്സ്പ്രസ്. സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദവുമായ തീവണ്ടി യാത്രാ സൗകര്യം ഒരുക്കുവാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസിന്റെ പേരെന്താണ്? അമൃത് ഭാരത് എക്സ്പ്രസ്. 2023 ഓഗസ്റ്റ് 29 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? തോണി തുഴയുന്ന ആനക്കുട്ടിയാണ്. 2023 ഓഗസ്റ്റ് 69-നാണ് 2023 ഓഗസ്റ്റ് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? തോണി തുഴയുന്ന ആനക്കുട്ടി. അപ്പോൾ 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? തോണി തുഴയുന്ന ആനക്കുട്ടി. 2023 ഓഗസ്റ്റിലാണ് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത്. ഇത് തയ്യാറാക്കിയത്, ഈ ഭാഗ്യചിഹ്നം തോണി തുഴയുന്ന ആനക്കുട്ടിയെ തയ്യാറാക്കിയത് പി ദേവപ്രകാശാണ്. നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നടക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? തോണി തുഴയുന്ന ആനക്കുട്ടി. കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ആരാണ്? AJ ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് AJ ദേശായി. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? M. ശ്രീശങ്കർ. ലോങ് ജമ്പറായ M. ശ്രീശങ്കർ ആണ് 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം. അടുത്ത ക്വസ്റ്റ്യൻ. വിംബിൾഡൺ 2023 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കരാസ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസ് ആണ് വിംബിൾഡൺ 2023 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? മാർക്കറ്റ വോൺഡ്രോസോവ. ചെക്ക് റിപ്പബ്ലിക് താരമാണ് മാർക്കറ്റ വോൺഡ്രോസോവ. 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാർക്കറ്റ വോൺഡ്രോസോവയാണ്. ചെക്ക് റിപ്പബ്ലിക് താരമാണ് 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. വിംബിൾഡൺ 2023 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കരാസ്. ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേര് എന്താണ്? പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്നാണ് ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേര്. ഇന്ത്യയുടെ സമുദ്രതീര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ആരംഭിച്ച
തദ്ദേശീയ ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏതാണ്? സാഗർ സമ്പർക്ക്. അപ്പോൾ എന്താണ് സാഗർ സമ്പർക്ക്? ഇന്ത്യയുടെ സമുദ്രതീര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം ആരംഭിച്ച തദ്ദേശീയ ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് സാഗർ സമ്പർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൈനയുടെ സാമ്പത്തിക സഹായത്താൽ പാകിസ്ഥാൻ രൂപകൽപ്പന ചെയ്യുന്ന ആണവ നിലയത്തിന്റെ പേരെന്താണ്? ചഷ്മ 5. അപ്പോൾ ചൈനയുടെ സാമ്പത്തിക സഹായത്താൽ പാകിസ്ഥാൻ രൂപകൽപ്പന ചെയ്യുന്ന ആണവ നിലയത്തിന്റെ പേരെന്താണ്? ചഷ്മ 5. ചഷ്മ 5. അപ്പോൾ ചഷ്മ 5 എന്താണ്? ചൈനയുടെ സാമ്പത്തിക സഹായത്താൽ പാകിസ്ഥാനിൽ രൂപകൽപ്പന ചെയ്യുന്ന ആണവ നിലയമാണ് ചഷ്മ 5. 2023 G20 ഉച്ചകോടിക്ക് വേദി എവിടെയായിരുന്നു? 2023 G20 ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് 2023 G20 ഉച്ചകോടി നടന്നത്. G20 എത്ര അംഗങ്ങളാണ് ഉള്ളത്? 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ചേർന്നതായിരുന്നു G20 എന്ന് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അതിനോടൊപ്പം ആഫ്രിക്കൻ യൂണിയനും ചേർന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ചേർന്നതാണ് G20. അതിന് G21 ആയിരിക്കും. തീം എന്താണ്? വസുധൈവ കുടുംബകം എന്നതാണ് G20യുടെ തീം. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാണ് G20യുടെ തീം. 2022 നടന്നത് എവിടെയാണ്? G20 സബ്മിറ്റ് നടന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. അപ്പോൾ G20 ഉച്ചകോടി 2022 നടന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. 2024 ബ്രസീലിലാണ്. 2024 എവിടെയാണ്? ബ്രസീലിലാണ്. ബ്രസീലിലെ റിയോ ഡി ജനറോയിലാണ്. 2024 G20 എവിടെയാണ് നടക്കുന്നത്? റിയോ ഡി ജനറോ, ബ്രസീൽ. 2022 എവിടെയായിരുന്നു? ഇന്തോനേഷ്യയിലാണ്. 2023 ഇന്ത്യയിൽ ന്യൂഡൽഹിയിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം രാജ്യസഭാംഗമായ PT ഉഷ തിരഞ്ഞെടുത്ത കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പള്ളിക്കത്തോട്. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം രാജ്യസഭാംഗമായ PT ഉഷ തിരഞ്ഞെടുത്ത കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പള്ളിക്കത്തോട്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് PT ഉഷ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ തദ്ദേശ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ അവതരിപ്പിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റ് ട്രോഫി ഏതാണ്? ഡ്യൂറന്റ് കപ്പ്. ഡ്യൂറന്റ് കപ്പാണ്. അപ്പോൾ ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ അവതരിപ്പിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റ് ട്രോഫി ഏതാണ്? ഡ്യൂറന്റ് കപ്പ്. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റ് ട്രോഫി ഏതാണ്? ഡ്യൂറന്റ് കപ്പ്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതന. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ ചെറുതന. അടുത്ത ക്വസ്റ്റ്യൻ. വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930. 1930 1930. അപ്പോൾ വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1930. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോക ബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും
ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോകബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടറാണ് പി വീരമുത്തുവേൽ. ചന്ദ്രയാൻ വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേൽ. മിഷൻ ഡയറക്ടർ എസ് മോഹൻകുമാർ ആണ്. മിഷൻ ഡയറക്ടർ ആരാണ്? എസ് മോഹൻകുമാർ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേൽ. മിഷൻ ഡയറക്ടർ ആരാണ്? എസ് മോഹൻകുമാർ ആണ് മിഷൻ ഡയറക്ടർ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.